Hi all, welcome to this session. So in the previous sessions, we learned some introductory sessions of isothermal process. We defined what is an isothermal process. Also, we learned what are the essential conditions for a process to be isothermal. അപ്പം നമ്മൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് റിക്വയർഡ് കണ്ടീഷൻ, ഒരു പ്രോസസ്സ് ഐസോതെർമലായി മാറാനുള്ള റിക്വയർഡ് കണ്ടീഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസിലേക്ക് നമുക്ക് ഇന്ന് പോകാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ പഠിച്ച കാര്യങ്ങൾ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. If a physical change takes place under the condition that when the temperature remains constant, അല്ലേ? ഒരു ഫിസിക്കൽ ചേഞ്ച് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. So if a physical process takes place in a such a way that when its temperature remains constant, അപ്പോൾ ത്രൂ ഔട്ട് ആ പ്രോസസ്സിലും എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതിന് നമ്മൾ കുറച്ച് റിക്വയർഡ് എസെൻഷ്യൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന്, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ എ കണ്ടക്റ്റിംഗ് ചേംബർ. ഒരു കണ്ടക്റ്റിംഗ് ബോക്സിലോ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ചേംബറിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ സിസ്റ്റത്തിനെ എൻക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ആ പ്രോസസ്സ് എന്തായിരിക്കണം? സ്ലോ ആയിരിക്കണം. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ പറയാനുള്ളൊരു കാര്യം? കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഫിസിക്കൽ പ്രോസസ്സിൽ ടെമ്പറേച്ചറിന് വേരിയേഷൻ വന്നാൽ സറൗണ്ടിങ്സിൽ നിന്നും ടെമ്പറേച്ചർ സ്വീകരിച്ചോ ഇല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടോ അവൻ എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കണം. അതുകൊണ്ടാണ് അതൊരു കണ്ടക്റ്റിംഗ് ചേംബർ ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വോൾ എന്ന് പറയുന്നത്, ആ ബോക്സിന്റെ വോൾ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് വോൾസ് ആയിരിക്കും. സോ ദാറ്റ് ദ ഹീറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഫ്രം ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. രണ്ട് സ്ലോ ആയിരിക്കണം. വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് മാറിയാൽ ആ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യും? കഴിയാതെ വരും. അതുകൊണ്ട് ഈ രണ്ട് പ്രോസസ്സും അതെന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. സോ നെക്സ്റ്റ് we are just going to derive what is an equation for an isothermal process for a perfect gas. ഒരു പെർഫെക്റ്റ് ഗ്യാസിന്റെ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്തെന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. സോ we are just going to derive the equation for an isothermal process for a perfect gas. And you all know, according to the kinetic theory of gases, the gas equation for the 1 mole of a perfect gas. Kinetic theory, gas equation നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. For 1 mole of a perfect gas, the gas equation is PV equal to RT. PV equal to RT, which means the product of pressure and volume must be the product of RT, where R is the universal gas constant and T is the temperature. So this is the perfect gas equation. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് kinetic theory. So this is a perfect gas equation. So if you consider this equation in the case of an isothermal process, നിങ്ങൾ ഇതിനെ ഐസോതെർമൽ പ്രോസസ്സിൽ കൺസിഡർ ചെയ്താൽ, you know here R is a constant, universal constant. So if the process is isothermal, at that time temperature remains also constant. Temperature എന്താകും? Constant ആകും. So that you can write the equation as PV equal to a constant. PV equal to constant. So this is simple. So this is the equation for an isothermal gas for a perfect gas. So this is the equation for the isothermal process in the case of a perfect gas. So PV equal to constant. എളുപ്പമല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോവല്ലേ? This is the equation for isothermal process. PV equal to constant. So ഇതിന്റെ ഈ ഇക്വേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. കൺസിഡർ ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾ ആ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് let P1 and V1 be the pressure and volume. ആ പ്രോസസ്സിന്റെ പ്രഷർ P1ഉം വോളിയം V1ഉം ആണെന്ന് ഇരിക്കട്ടെ. And after some time what happens? P1 changes to P2 and V1 changes to V2. ഈ മാറുമോ? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. സോ P1 changes to P2 and V1 changes to V2. So that you can say, നമ്മൾ എന്താ പഠിച്ച? ഐസോതെർമൽ പ്രോസസ്സിൽ the product of pressure and volume is always a constant. സോ നിങ്ങൾക്ക് P1 V1 എന്ത് തന്നെ കിട്ടുമോ അതേ ഉത്തരം തന്നെ എന്ത് കിട്ടണം? P2 V2നും കിട്ടണം. So that you can say P1 V1 equal to P2 V2.
ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രയോജനം എന്താ? സപ്പോസ് യു നോ വാട്ട് ഇസ് P1 ആൻഡ് വാട്ട് ഇസ് V1 ആൻഡ് യു നോ വാട്ട് ഇസ് V2. ഒരു ഇനിഷ്യൽ പ്രഷർ നിങ്ങൾക്ക് അറിയാം ആൻഡ് വോളിയം V1 ചേഞ്ച് ടു V2 അറിയാം. ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് ദ ഫൈനൽ പ്രഷർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ യൂസ് ദിസ് ഫോർമുല ടു ഫൈൻഡ് ഔട്ട് P2. വാട്ട് ഇസ് P2? P2 ഈക്വൽ ടു P1 V1 ബൈ V2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് എൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ യൂസ് ചെയ്യാൻ പറ്റും. സോ PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്. മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് പോകാം. സോ നെക്സ്റ്റ് we can learn what is an indicator diagram of an isothermal change, and that indicator diagram is called, in the case of an isothermal change, it is called isotherm. So നിങ്ങൾക്കറിയാം what is an indicator diagram? This is nothing but a pressure volume diagram is called an indicator diagram. Okay, you can see if you take pressure along y-axis and volume along x-axis, and if you draw the change happening as a function, that diagram is called indicator diagram. അപ്പം പ്രഷർ വോളിയം ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. വോളിയത്തിന് എക്സ് ആക്സിൽ എടുക്കുക, പ്രഷറിനെ വൈ ആക്സിൽ എടുക്കുക. ഓരോ വോളിയം ജസ്റ്റ് ഇൻക്രീസസ്, വോളിയത്തിന് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ദെൻ നോട്ട് ദി പോയിന്റ്സ് വാട്ട് ഹാപ്പൻസ് ടു പ്രഷർ. അതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഫംഗ്ഷനാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് എൻ ഐസോതെർമൽ പ്രോസസ് നിങ്ങൾക്കറിയാം, കൺസിഡർ എ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ വോളിയം V1 ആയിരുന്നു. So here you can see this is the initial volume V1. Then the volume changes to V2. Volume എന്ത് ചെയ്തു? Increases to V2. Volume കൂടി. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം at V1 let P1 be the pressure. At V1 let P1 be the pressure. So volume increase ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം pressure decreases. So pressure decreases to P2. കാരണം ഒരു സിലിണ്ടറിൽ നിങ്ങൾക്കറിയാം ആ പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ ഇഫ് യു എക്സ്പാൻഡ് വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ കുറയും. ഇഫ് യു കംപ്രസ് വോളിയം കുറയുന്നു, പ്രഷർ കൂടും. സോ ഇഫ് യു ഇൻ ദ കേസ് ഓഫ് ദി എക്സ്പാൻഷൻ ഓഫ് വോളിയം പ്രഷർ ഡിക്രീസസ് ടു P2 ആൻഡ് ദിസ് ഈസ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രം. അപ്പോൾ ഓരോ വോളിയത്തിലും ആ V1 to V2 ചെയ്യുന്ന ഓരോ വോളിയത്തിലും ഇഫ് യു ഫൈൻഡ് ഔട്ട് P1 ദിസ് ഇസ് ദി ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? P2യിലുള്ള P2യിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു റാപ്പിഡ് ചേഞ്ച് അല്ല നടക്കുന്നത്. ഹിയർ ദ സ്ലോപ്പ് ഈസ് വെരി സ്മോൾ. ദ സ്ലോപ്പ് ഓഫ് ദിസ് ഐസോതെർം ഓർ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഈസ് വെരി സ്മോൾ. ഇഫ് ഇറ്റ് ഈസ് റാപ്പിഡ് എന്താണ് സംഭവിക്കുന്നത്? സ്ലോപ്പ് വളരെ കൂടുതലായിരിക്കും, വളരെ പെട്ടെന്ന് ഇങ്ങനെ വന്നേനെ. ഈ ഒരു രീതിയിലല്ല വന്നിരിക്കുന്നത്. ഇവൻ എങ്ങനെ വന്നിരിക്കുന്നത്? വളരെ പതുക്കെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ദി പ്രോസസ് ഈസ് വെരി സ്ലോ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോതെർം ഇൻ ദ കേസ് ഓർ ദി സ്ലോപ്പ് ഓഫ് ദി ഐസോതെർം ഈസ് സ്മോൾ, നോട്ട് വെരി സ്മോൾ, ഇറ്റ് ഈസ് സ്മോൾ. അപ്പം ഈ ഒരു ഷേപ്പാണ് എന്ത് പറയുന്നത്? ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓഫ് എൻ ഐസോതെർമൽ ചേഞ്ചിനുള്ളത്. സോ ഇഫ് ദി gas expands from volume V1 to V2, then the pressure decreases from P1 to P2. And you know, if the gas expands from V1 to V2, the work is done by the gas. അല്ലേ? ആ ഗ്യാസ് എന്ത് ചെയ്തു? വർക്ക് ചെയ്തു എന്ന് നമുക്കറിയാം. So we know the relation. What is the expression for work done? W equal to integral. What is the change in volume? V1 to V2. എന്ത് ചെയ്താൽ മതി? ഏത് എക്സ്പ്രഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? PdVയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. PdVയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ചു, ഇഫ് യു denote this point as AB, A and this final point as B, നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ദി ഹൈപ്പർബോളിക് കർവ് AB. The shape is hyperbolic. The hyperbolic curve AB in the PV diagram for an isothermal change is called isotherm. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ what is integral PdV? It is nothing but the area of this indicator diagram അല്ലേ? ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ അല്ലേ ഇന്റഗ്രൽ PdV എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഇസ് നത്തിങ് ബട്ട് ദി ഏരിയ അണ്ടർ ദി കർവ്. അപ്പം ഇന്റഗ്രൽ PdV എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പഠിച്ച ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഇല്ലെങ്കിൽ ഈ ഐസോതെർമിന്റെ ഏരിയ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. So integral V1 to V2 PdV is nothing but it is equal to what? Area under the curve. Area under the curve. Area under the curve. What?
ഏരിയ അണ്ടർ ദി കർവ് എ ബി. എ ബിയുടെ താഴെയുള്ള എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. സോ ദിസ് ഏരിയ, this is nothing but the work done by the gas or the area of the indicated diagram. അപ്പം എ ബി സി ഡി എടുത്താൽ ദ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ അണ്ടർ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി, ഏരിയ ഓഫ് എ ബി സി ഡി ഈസ് നത്തിങ് ബട്ട് ദി വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. So this is the application of an indicator diagram. The area of the indicator diagram of an isothermal change gives you the work done by the gas to expand from V1 to V2. So this is the importance of an indicator diagram in the case of an isothermal change, and that indicator diagram is called isotherm. Okay, next we need to find out what is the slope of this isotherm. ഞാൻ പറഞ്ഞു slope വളരെ കൂടുതലല്ല, വളരെ കുറവാണ് ഇതിനെ. And again we can find out what is the slope of this isotherm. So consider this isotherm AB. AB എന്ന് പറഞ്ഞ isothermനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ the slope is nothing but this one, right? നമ്മളിവിടെ ഒരു എടുത്തു കഴിഞ്ഞാൽ this is the slope. Tan theta ആണ് നമ്മുടെ സ്ലോപ്പ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. So what is tan theta? Opposite side by adjacent side. So slope equal to എന്താണ് നമുക്ക് കിട്ടുന്നത്? Slope equal to opposite side എന്ന് പറഞ്ഞാൽ change in pressure dP. Adjacent side എന്ന് പറഞ്ഞാൽ change in volume, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ change in volume. So dP by dV will give you the slope of this isotherm. So dP by dV will give you the slope of this isotherm. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? We have to find out dP by dV. ഈ dP by dV യുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം, which will give you the slope of this isotherm. So this is very important. Okay, അതിന് നമ്മൾ we are just considering the equation. നമ്മുടെ equation നമ്മൾ എഴുതുന്നു. We know for an isothermal process PV equal to constant. PV എന്താണ്? Constant ആണെന്ന് നമുക്കറിയാം. So PV equal to constant. Then differentiate this expression on both sides. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. So you will get first function P into derivative of the second dV plus second function V into derivative of the first dP, and derivative of the constant you know it is 0. So you got P dV plus V dP equal to 0. So what is slope? Slope എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. Slope is nothing but, if you notate the slope as the variable m, m കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ m is equal to dP by dV. dP by dV ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ നിന്നും dP by dV കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? So you will get P dV equal to what? P dV equal to minus V dP. P dV equal to minus V dP. So dP by dV equal to minus P by V. dP by dV equal to minus P by V. So the slope of the isotherm equal to minus P by, this is very important. So minus stands for the slope is negative. Negative slope ആണ് കാണുന്നത്, അല്ലേ? സ്ലോപ്പ് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആയിരുന്നു ഇങ്ങനെ വന്നേനെ. സോ നെഗറ്റീവ് സ്ലോപ്പ് ആണ് നിങ്ങൾ കാണുന്നത്. വോളിയം കൂടുന്തോറും സ്ലോപ്പ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് P by V. സോ സ്ലോപ്പ് ഓഫ് ദി ഐസോതേം ഇസ് നത്തിങ് ബട്ട് P by V. അപ്പോൾ ഒരു ഐസോതേം പ്രോസസ്സ് പറഞ്ഞു, അവിടുത്തെ പിയും ബിയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സ്പെസിഫിക് പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കുക? അപ്പം ഈ ഒരു പോയിന്റിലുള്ള സ്ലോപ്പാണ് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് B at this point and then find out P in this point. So you can get the instantaneous slope there, and it is given by P by V. And the value of P and V determines the value of the slope. So this is the slope of the isotherm. So next is a very important term, which is the isothermal elasticity. You know what is an elasticity? It is a ratio of stress by strain. And we know Young's modulus of elasticity, bulk modulus of elasticity, and shear modulus of elasticity. Here you know the gas has high compressibility. And do you know what is compressibility? So it is the change in volume due to the change in pressure. നിങ്ങൾ പ്രഷർ മാറ്റുന്നതിനനുസരിച്ച് എത്രമാത്രം വോളിയം പെർ യൂണിറ്റ് വോളിയം എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു എന്നതാണ് നമ്മൾ കംപ്രസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And due to this high compressibility of gases, the
case of gases, we are just discussing volume elasticity or work modulus of elasticity. Volume elasticity ആണ് നമ്മൾ ആദ്യം പറയുന്നത് ഗ്യാസിന്റെ കേസിൽ പറയുന്നത് due to its high compressibility. However, the magnitude of this compressibility depends on the condition under which it is compressed. നിങ്ങൾ കംപ്രസ് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ച് ഇതിനെ ഓരോ പേരുകളിലേക്ക് നമ്മൾ വിളിക്കുന്നു. If the gas is compressed under the condition that the temperature is not allowed to change, or if the condition is isothermal condition, then the corresponding volume elasticity is known as the isothermal elasticity. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്യാസിന്റെ കേസിൽ നമ്മൾ വോളിയം ഇലാസ്റ്റിസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഐസോതെർമൽ പ്രോസസ് ദാറ്റ് വോളിയം ഇലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ് വാട്ട്? ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. കാരണം അതിന്റെ കംപ്രസിബിലിറ്റി വളരെ കൂടിയത് കൊണ്ട് നമ്മൾ വോളിയം ഇലാസ്റ്റിസിറ്റി ആണ് എടുക്കുന്നത്. ഇവിടുത്തെ ഫിസിക്കൽ ചേഞ്ച് ഐസോതെർമൽ ചേഞ്ച് ആയതുകൊണ്ട് ആ കറസ്പോണ്ടിങ് വോളിയം ഇലാസ്റ്റിസിറ്റിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. And we have to derive the expression for this isothermal elasticity. So we can derive the expression for isothermal elasticity. So suppose we are considering a gas having the original volume V. V ആണ് ഒരു ഗ്യാസ് നമ്മൾ എടുത്ത ഗ്യാസ് സിസ്റ്റത്തിന്റെ വോളിയം എന്നിരിക്കട്ടെ. And the volume changes to dV. A change in volume happens and it is dV. For a change in pressure dP. Pressure dP change ചെയ്തപ്പോൾ വോളിയം എന്ത് ചെയ്തു? dV change വോളിയത്തിന് വന്നു. So dV is the change in volume and dP is the change in pressure. So in this case, the isothermal elasticity of this gas is given by what? It is E equal to, it is stress by strain. Stress by strain, general expression, stress by strain. So in this case, it is the what? Change in pressure, right? It is dP divided by change in volume. It is dV by V. So this is the expression for isothermal elasticity. dP divided by dV by V, or it is V into, or it is equal to V into dP by dV. V into dP by dV. V into dP by dV. And this is the expression for isothermal elasticity. So in this case, you have to put a negative sign. ചില ടെസ്റ്റിൽ അവിടെ നെഗറ്റീവ് സൈൻ കാണാം. നെഗറ്റീവ് സൈൻ മീൻസ് എന്താണ്? വോളിയം ഡിക്രീസസ് വെൻ പ്രഷർ ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്ന? വോളിയം കുറയും. പ്രഷർ കുറയുന്ന സമയത്ത് വോളിയം എന്ത് ചെയ്യും? കൂടും. സോ യു ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് സൈൻ ഹിയർ. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ isothermal elasticity. What? It is V into dP by dV. V into dP by dV. And you have to find out what is the expression for this V into dP by dV from the equation of isothermal process. അത് നമുക്കറിയാം. What is the equation of isothermal process? PV equal to constant. PV equal to constant. നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ സ്ലോപ്പ് ഓഫ് ദി ഐസോതെർമൽ ചെയ്തതുപോലെ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദിസ് എക്സ്പ്രഷൻ. എന്ത് കിട്ടും? P dV plus P dP equal to 0. P dV plus V dP equal to 0. So from here you will get the expression V into dP by dV. എന്ത് ചെയ്താൽ മതി? P dV equal to minus V dP. P dV equal to minus V dP, and we require what is V into dP by dV. V into dP by dV. V into dP by dV. V into dP by dV, it is equal to what? Minus V into dP by dV, which is equal to minus P. It is the final pressure of the gas. It is the final pressure of the gas. So here there is a negative sign. So if you put negative here, you will get plus P. So V into dP by dV is nothing but the final pressure of the gas. So the isothermal elasticity of a gas is nothing but its final pressure.
is an important term, isothermal elasticity. എന്തുകൊണ്ടാണ് നമ്മൾ isothermal elasticity in the case of gas കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. And we got the final expression for isothermal elasticity as the final pressure of the gas. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, പ്രഷറിന്റെ ഡേറ്റ ഫൈനൽ ഉണ്ടെങ്കിൽ ആ പ്രഷറിന്റെ ഡേറ്റ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റിയുടെ ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഈസ് ഐസോതെർമൽ വർക്ക് ഡൺ. ഐസോതെർമൽ പ്രോസസ്സിൽ ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് വി ആർ ജസ്റ്റ് കൺസിഡറിങ് 1 mole of a gas, 1 mole of an ideal gas. So at any instant let P be the pressure and V be the volume. ഒരു സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സമയത്ത് let P be the pressure and V be the volume. And suppose the volume changes to a small amount dV. dV എന്ന് പറയുന്ന ഫൈനൈറ്റ് ഇൻഫിനിറ്റെസിമൽ ചേഞ്ച് വോളിയത്തിനുണ്ടായാൽ യു നോ ദി വർക്ക് ഡൺ dW എന്ന് പറയുന്നത് ദ എക്സ്പ്രഷൻ ഈസ് PdV. This is the expression for the work done for the infinitesimal change in volume dV. And suppose what is the work done when the volume increases from V1 to V2. V1 ൽ നിന്നും V2 ലേക്ക് വോളിയം ഇൻക്രീസ് ചെയ്താൽ what is the work done? Just integrate this expression അല്ലേ. So the total work done W equal to nothing but integrate or integral V1 to V2 V1 to V2 PdV. Integral V1 to V2 PdV. Equation 1. So this is the expression for the work done during an isothermal process. Integral V1 to V2 PdV. നമ്മൾ എന്ത് ചെയ്യാം? We know the relation. What is PV? We know the relation PV equal to, for an ideal gas, PV equal to RT. For an ideal gas, PV equal to RT. Just substitute for P. And what is P? P equal to RT by V. P equal to RT by V. Just substitute the expression for P in equation 1. So that you will get W equal to integral V1 to V2 integral V1 to V2. So instead of P it is RT by V, and then RT into dV by V. RT into dV by V. So since the temperature is constant, or we are just considering isothermal process, T is constant. T എന്താണ് constant ആണ്, and you know R is constant value. But isothermal process ayadonde RT is a constant, so you can take RT outside. So the expression becomes W equal to RT integral V1 to V2 integral V1 to V2 dV by V. So what's the integral value of 1 by V? It is ln V, right? Natural logarithm. So the answer is RT ln log to the base E. Important ആണ്, log to the base E ആണ്. ln V within limit V1 to V2. RT ln V within limit V1 to V2. എന്താണ്? ln V2 minus ln V1. So it is nothing but ln V2 by V1. So the expression of the work done by a gas during isothermal process, the final expression RT ln V2 by V1. So this is the expression. കാണാതെ പഠിക്കേണ്ടതാണ്. ഒരുപാട് പ്രോബ്ലം ചോദിക്കും. The expression for the work done during an isothermal process is RT ln V2 by V1. So ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് log to the base E ആണ്. So it is a natural logarithm. നമ്മളൊരു കോമൺ ലോഗരിതം എടുത്താൽ log to the base 10 നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ log to the base 10 നമ്മൾ log എന്നാണ് എഴുതുന്നത്. അപ്പം RT ln V2 by V1 is nothing but is equal to, നമുക്ക് എന്താണ് കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ just multiply 2.303. So the expression becomes 2.303 RT ln വരെ ആരാവും? log V2 by V1. ശ്രദ്ധിക്കണേ, ഇത് രണ്ട് എക്സ്പ്രഷൻ ആണ്. ഉത്തരം ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതം ln ആണ് ഉപയോഗിച്ചത്, അവിടെ 2.303 വേണ്ട. നിങ്ങൾ അതിനെ ലോഗരിതം ഉപയോഗിച്ചാൽ, കാരണം നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ln ഉണ്ട് ലോഗും ഉണ്ട്. ln ഉപയോഗിച്ച് നിങ്ങൾ ഇത് വെച്ച് ചെയ്തോ.
ലോഗ് ഉപയോഗിക്കുകയാണെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2.303 അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പം ദീസ് ആർ ദ ടു എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ during an isothermal process, first in natural logarithm or ln and another one in log. ഇത് രണ്ടും എന്ത് ചെയ്യുക, കാണാതെ പഠിക്കും. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ R കാണും, T കാണും, ആ ചേഞ്ച് ഇൻ വോളിയം പ്രോബ്ലത്തിൽ കാണും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ കൂടുതലായിട്ട് കുറേ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ആ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. ഒരു ഫോർമുല പേപ്പർ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇത് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു സിസ്റ്റമാണ്. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ഫുട് നോട്ട് പോലെ പെട്ടെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ഫോർമുല പഠിച്ചിട്ടുണ്ടോ അതെല്ലാം എഴുതുക. അതിൻ്റെ ഒരു ചെറിയൊരു നോട്ടും കൂടെ ആ പേപ്പറിൽ എഴുതുക. അതായത് എന്താണ് R, എന്താണ് T എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കിയാൽ, ആദ്യം നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്തു, ഒന്ന് റീകളക്ട് ചെയ്തു. ദെൻ വി ഡിറൈവ്ഡ് ദി ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. എന്താണ് ഇക്വേഷൻ കിട്ടിയത്? PV = കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? ഇൻഡിക്കേറ്റർ ഡയഗ്രാം പഠിച്ചു, PV ഡയഗ്രാം പഠിച്ചു. അവിടെ നമ്മൾ അതിനെ ഐസോതെർം എന്ന് വിളിച്ചു. അതിൻ്റെ സ്ലോപ്പ് വളരെ കുറവാണെന്നും എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. ദ സ്ലോപ്പ് ഈസ് നത്തിങ് ബട്ട് P/V. അപ്പം അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. പിന്നെ നമ്മൾ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി പഠിച്ചു. അതിനെ ആദ്യം ഡിഫൈൻ ചെയ്തു, എന്താണ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്നുള്ളത്, എന്തുകൊണ്ട് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചു. ആൻഡ് വി ഡിറൈവ് ദി എക്സ്പ്രഷൻ. സോ V/dP/dV ആണ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. അത് നമ്മൾ ഇക്വേഷൻ ഓഫ് എന്താണ് ഐസോതെർമൽ പ്രോസസ് ചെയ്തപ്പോൾ V/dP/dV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഫൈനൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പ്രൂവ് ചെയ്തു. ആൻഡ് ഫൈനലി വി ഡിറൈവ് ദി വർക്ക് ഡൺ and we got it is RT ln V2/V1 or 2.303 RT log V2/V1. So in the next session we will learn the adiabatic process. അവിടെയും ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എങ്ങനെ വരുന്നു, അതിൻ്റെ വർക്ക് ഡൺ എങ്ങനെ വരുന്നു, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടീഷൻ മാറുമ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറുന്നു എന്ന് മാത്രം അവിടെ പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു. നല്ല രീതിയിൽ പഠിക്കുക. സ്റ്റേ സേഫ്. താങ്ക് യു.